നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ ഇന്ന് വ്യത്യസ്തമായ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതായത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നഗരസഭാ പരിധിയിലുള്ള 5000 കുട്ടികൾക്ക് ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളാണ് ഇന്നിപ്പോൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മോടൊപ്പം കൗൺസിലർ RC ബീന ചേരുകയാണ്. നമസ്കാരം. എങ്ങനെയാണ് നഗരസഭയുടെ ഒരു ഫണ്ടിൽ നിന്നും 1 രൂപ പോലും ചെലവഴിക്കാതെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്? അപ്പോൾ ഇതിന്റെ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്? നഗരസഭയുടെ 2 ഫണ്ടുണ്ട്, പ്ലാൻ ഫണ്ടും ഉണ്ട്, മേയർ ഫണ്ടും ഉണ്ട്. ഈ 2 ഫണ്ടിൽ നിന്നും 1 രൂപ പോലും ഈ പദ്ധതിയിൽ ചെലവഴിക്കാതെ സുമനസ്സുകളുടെ സഹായത്താലാണ് ഈ 5050 കുട്ടികൾക്ക് കിറ്റ് കൊടുത്തിരിക്കുന്നത്. മേയർ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാരാണ് അതിന് സപ്പോർട്ടായിട്ട് മുന്നിലോട്ട് വന്നത്. അത് പ്രകാരം ഇപ്പോൾ ഇന്നലെ തന്നെ ഈ 5050 പേരുടെ ബാഗും കൗൺസിലർമാരാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ളതല്ലാതെ എല്ലാ കൗൺസിലർമാരും വളരെ നന്നായി സഹകരിച്ചുകൊണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടിയുടെ ബാഗ് എങ്ങനെയാണോ ഒരമ്മ സ്കൂൾ തുറക്കുമ്പോൾ ഒരച്ഛൻ പ്രിപ്പയർ ചെയ്യുന്ന അതുപോലെ എല്ലാ കൗൺസിലർമാരും സഹകരിച്ചുകൊണ്ട് മേയർ ഇതെല്ലാം, അത് വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. ബാഗ് ആണെങ്കിലും സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലാണെങ്കിലും പെൻസിലുകളാണെങ്കിലും എല്ലാം A to Z കാര്യങ്ങൾ വളരെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അത് കൗൺസിലർമാർ പാക്ക് ചെയ്ത് ഇന്ന് എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഇന്നും നാളെയായിട്ട് അത് സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കും. ഇന്ന് കുറച്ചു പേർക്ക് ഇവിടെ കൊടുക്കുകയും ബാക്കിയുള്ളവർക്ക് നാളെ സ്കൂളിൽ എത്തിച്ചു കൊടുത്ത് തിങ്കളാഴ്ച പ്രവേശനോത്സവം ആവുമ്പോൾ എല്ലാ വാർഡുകളിലെയും ഒരു സ്കൂളിൽ 50 കുട്ടികൾ എന്നുള്ള രീതിയിൽ അതിന്റെ ലിസ്റ്റ് എടുത്തത് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ്. കാരണം അതിൽ വേറെ ഒരു തരത്തിലുള്ള കൈ കടത്തലുകളും തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇല്ല എന്ന് 100% ഉറപ്പുവരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് ഈ DOയുടെ ഇതിൽ ഈ ലിസ്റ്റ് എടുക്കുകയും കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായ പ്രതികരണം എങ്ങനെയാണ്? നേരത്തെ മേയർ സംസാരിച്ചിരുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10:30 മണിയാകുമ്പോൾ ഞങ്ങളിവിടെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം അപ്പോഴും ഏകദേശം ആയി കഴിഞ്ഞില്ലായിരുന്നു. പാക്ക് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ മേയർക്ക് ഒരു കോൾ വന്ന് മേയർ അത് സ്പീക്കറിലിട്ട് ഞങ്ങളെ കാണിച്ചു. കാരണം വിദേശ രാജ്യം അത് 100% അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ ഫണ്ട് ഏത് നമ്പറിലാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത് അത് തന്നാൽ മതി, ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് അയച്ചു തരാമെന്ന് പറഞ്ഞ് 2-3 കോളുകൾ അദ്ദേഹത്തിന് ഞങ്ങൾ ഇന്നലെ ഇത് കഴിഞ്ഞപ്പോൾ 11:30 മണിയായി, 11-12 മണിയായി. ആ സമയത്ത് വരെ അദ്ദേഹത്തിന് ഇങ്ങനെ കോളുകൾ നിരന്തരം വരികയും അദ്ദേഹം അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നൽകുകയും ചെയ്തു. അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് മേയർ പറഞ്ഞത്. അടുത്ത വർഷം തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ കിറ്റ് നൽകാനുള്ള ആ ഒരു ഇതിലേക്ക് മേയറിന് എത്താൻ പറ്റും. കാരണം ഞാൻ പറയാം, തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് കിറ്റ് നൽകിക്കൊണ്ട് ഒരു പുതിയ തുടക്കത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ VV രാജേഷ് തുടക്കം കുറിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, വളരെ വേറെ ഓരോരോ കാര്യങ്ങളിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടൊപ്പം നഗരസഭയുണ്ട് എന്ന് 100% പറഞ്ഞുകൊണ്ട് അത് പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ട് ഇന്ന് നഗരസഭ തുടക്കം കുറിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ കൗൺസിലർമാരുടെ ടീമെല്ലാം വളരെ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. കാരണം അതാണ് ഈ 3 ദിവസം കൊണ്ടാണ് ഈ 5050 കിറ്റും പാക്ക് ചെയ്തത്. അവരവരുടെ വാർഡുകളിൽ അവർക്ക് നഗരസഭാ കൗൺസിലർമാർക്ക് നല്ല ജോലിയുണ്ട്. കാരണം മഴ വരുന്നുണ്ട്, മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നടക്കുന്നുണ്ട്, സ്കൂൾ തുറക്കുകയാണ്, അംഗൻവാടി തുറക്കുകയാണ്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പോലും അവർക്ക് കിട്ടുന്ന സമയത്ത് വന്ന് നഗരസഭയിൽ ഇരുന്നു കൊണ്ട് ഇത് ഇത്രയും കിറ്റ് പാക്ക് ചെയ്യാൻ കൗൺസിലർമാരെല്ലാം 100% സപ്പോർട്ടായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഈ 5050 എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം ക്രോസ് ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ലക്ഷ്യം ഇതിപ്പോ സ്കൂളിന് തുറക്കുകയാണ്, മറ്റന്നാൾ തുറക്കുകയാണ്. ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ മേയർ പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തുമായിരുന്നു. കാരണം ഇത്ര വലിയൊരു സപ്പോർട്ട് സത്യം പറഞ്ഞാൽ മേയർ പോലും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് പോലും മേയറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത്. തുടർന്ന് ഈ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭയുടെ മേയറുടൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും 100% ഉറപ്പുണ്ട്. ഈ ഇത്തരം പദ്ധതികൾ അത് ഈ നാട്ടിലെ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ ഒരു നഗരസഭ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉത്സാഹം സമൂഹത്തിൽ പൊതുവെ കാണാനുണ്ടെന്ന് തോന്നുന്നു.
ഉണ്ട്. കാരണം ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് മേയർ ഇങ്ങനെ പ്രഖ്യാപിച്ചു, അപ്പോൾ എൻ്റെ കുട്ടിക്ക് അത് കിട്ടാൻ എന്താണ്, അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ് അത് സ്കൂൾ വഴിയാണ് അതിന്റെ ലിസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ ഒത്തിരി കോൾസ് ആണ് നമുക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടി. അതുപോലെ ഞങ്ങൾ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ തന്നെ ആൾക്കാർ ആ ഒരു റെസ്പോൺസ്, എന്നാലും മേയർ അത് ചെയ്തല്ലോ കുട്ടികൾക്ക്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും പാളയം മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളോ അങ്ങനെ ഓരോ കാര്യങ്ങൾ, പൊതുകാര്യങ്ങളിൽ അദ്ദേഹം വളരെ നന്നായി സജീവമായി ഇടപെടുന്നു. പക്ഷേ ഒരു കുട്ടികളുടെ കാര്യത്തിൽ, സ്കൂൾ തുറന്നു പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ വരെ ഇത്ര സജീവമായി ഇടപെട്ടിട്ടുള്ള ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യമായാണ്. ഈ പ്രതിപക്ഷ കൗൺസിലർമാർ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ അതിന്റെ ഒരു ടീം വർക്ക് അത് അത്രമാത്രം ഉറപ്പുവരുത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ അവരുടെ രാഷ്ട്രീയ ഒരു വ്യത്യാസവും അതിൽ പ്രകടിപ്പിക്കാതെ അവർ ഇന്നലെ മെനങ്ങാനും എല്ലാം ഞാനും ഉണ്ടായിരുന്നു ഈ 3 ദിവസം. ആ 3 ദിവസവും അതിലുള്ള CPM എന്നോ കോൺഗ്രസിലെ ഉള്ള കൗൺസിലർമാർ അവർ 100% വളരെ ആത്മാർത്ഥമായി തന്നെ ഞങ്ങളോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതില് തിരുവനന്തപുരം നഗരസഭയോടൊപ്പം ഞങ്ങളുമുണ്ട് എന്നുള്ള തെളിവ് തന്നെയാണത്. എന്തായാലും മേയർ കെയർ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ. നന്ദി. മേയർ, എന്താണ് ഈ ഒരു പദ്ധതിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം? തീർച്ചയായിട്ടും അത് നമ്മുടെ ഭരണത്തിൽ വന്ന ശേഷം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് തന്നെ വിസിബിളി പലർക്കും തോന്നി തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഒരുപാട് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് പേര് സഹായിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ മേയറേയും ഡെപ്യൂട്ടി മേയറേയും അതുപോലെ തന്നെ ചെയർമാൻമാരെയും ഒക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോ അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ചിന്തയാണ് ഇങ്ങനെ മേയർ കെയർ എന്നൊരു പദ്ധതി തുടങ്ങിയാൽ ഇങ്ങനെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലൂടെ പ്രവൃത്തിയുടെ അവർക്ക് എത്തിക്കാൻ പറ്റുന്ന സഹായങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിയിൽ ഒരു ചിന്ത വന്നതും അങ്ങനെയാണ്. ആദ്യം നമ്മൾ ജൂൺ അല്ലേ എന്തായാലും വരുന്നത്, സ്കൂൾ തുറക്കാൻ പോവുകയല്ലേ, അപ്പൊ ആദ്യം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് തന്നെ ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ എന്ന രീതിയിൽ മേയറുടെ ഇങ്ങനെ ഒരു മേയർ കെയർ പദ്ധതി, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആവുന്നത്. ഈ കോർപ്പറേഷന്റെ തനത് ഫണ്ട് ഉപയോഗിക്കേണ്ട ഈ ഒരു രീതിയിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? തനത് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കോർപ്പറേഷൻ ഓൺ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, നമ്മുടെ നഗരസഭയ്ക്കുള്ളിൽ തന്നെ വികസന പദ്ധതികളും ഒക്കെ തന്നെ ചെയ്യാൻ ഒരുപാടുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ ഒരുപാട് പേര് സഹായം ചെയ്യുവാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഓൺ ഫണ്ട് ഉപയോഗിച്ച് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നാളെ തന്നെ ഇപ്പൊ ഓൺ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിരുന്നുവെങ്കിൽ പലരും പല വിമർശനങ്ങളും പറഞ്ഞേനെ നമ്മളോട്, ഇത് ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷെ ഇത് അങ്ങനെയല്ല, അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇതുവരെ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ഈ പറയുന്ന പോലെ ചില സംഘടനകളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ നഗരസഭ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഇങ്ങനെ ഒരു പദ്ധതിയുമായി വരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വീകാര്യത ലഭിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേര്, കാരണം മേയർ ഇപ്പം നമ്മളെ വേദിയിൽ സൂചിപ്പിച്ചു, ഒരുപാട് പേര് ഈ ഒരു പരിപാടി ബന്ധപ്പെട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലും അതുപോലെ മെയിൻ സ്ട്രീം മീഡിയാസിലും ഒക്കെ തന്നെ ഇങ്ങനെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോസ് പോകുന്നത് കണ്ടിട്ട് പലരും വിളിക്കുന്നുണ്ട്. മേയറെ മാത്രമല്ല നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ഇനി തിരുവനന്തപുരം നഗരത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പലരും 50 കിറ്റ് തരാം, അല്ലെങ്കിൽ 10 കിറ്റ് തരാം. ഒരു കിറ്റ് നിവർത്തിയില്ലാത്ത ആളുകൾ പോലെ പറയുന്നു, ഞങ്ങൾ ഒരു കിറ്റ് എന്തായാലും ഞങ്ങളുടെ കഴിവായിട്ട് 1500 രൂപ ഞങ്ങൾ അയച്ചു തരാം, നിങ്ങൾ അതിൽ കിറ്റ് കൊണ്ട് നിങ്ങൾ കൊടുക്കുമെന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ അത് വേണ്ട, നിങ്ങളൊരു നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങളിവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ വിളിക്കാമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഇത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ അതിനൊരു 5000 എന്നൊരു ക്യാപ്പൊക്കെ നിശ്ചയിക്കുമ്പോൾ ഒരു പരാതിയുടെ ഒരു സാധ്യതയൊക്കെ ഉണ്ട്, അർഹമായവർക്ക് കിട്ടിയില്ല. അപ്പൊ എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള അർഹരായ കുട്ടികളെ തിരഞ്ഞെടുത്തത്? ഇത് ഇത് കോർപ്പറേഷൻ കൗൺസിലർമാരോ അതുപോലെ നഗരസഭയുടെ ടീമോ ഒന്നുമല്ല ഈ കുട്ടികളെ സെലക്ട് ചെയ്തത്. ഇത് സെലക്ട് ചെയ്തത് അതായത് സ്കൂളിലെ HM കൊടുത്ത ലിസ്റ്റ് അവർക്കാണ് അറിയാവുന്നുള്ളത്. നമ്മളെക്കാളും ഉപരി അവർക്കാണ് അവരുടെ സ്കൂളിലെ അർഹരായിട്ടുള്ള കുട്ടികൾ ആരാണോ നിർധന കുടുംബത്തിൽപ്പെട്ടവർ, ആർക്കാണോ ഈ ബാഗുകളും ബുക്കുകളും ഒക്കെ തന്നെ വാങ്ങാൻ സാധിക്കാത്തത്, അവരുടെയൊക്കെ ലിസ്റ്റ് അവരാണ് കൊടുത്തത്. അപ്പൊ അവർ മുഖേനയാണ് ഈ ലിസ്റ്റ്, ഫസ്റ്റ് ലിസ്റ്റാണ് എടുത്തത്. അതിനുശേഷമാണ് നമ്മൾ ബാക്കിലോട്ട് പോയത്. ഈ ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള പല പദ്ധതിയും PM കെയർ എന്ന പദ്ധതിയുണ്ട്, അതേ പേരിന്റെ ഒരു സാമ്യതയുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന പല പദ്ധതികളുടെ ഒരു റെപ്ലിക്ക നമ്മുടെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ സൂചന നൽകുക, അതൊക്കെയാണോ ഇതിന്റെ ഒരു ഉദ്ദേശം? തീർച്ചയായിട്ടും മേയർ നമ്മുടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ലക്ഷ്യം ഭാരതത്തിൽ നമ്മൾ മുന്നിൽ വരിക എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭ മറ്റു നഗരസഭകളെ മാതൃകയാക്കിയുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മള് നിയമസഭയിലായാലും നമ്മള് തിരുവനന്തപുരത്ത് 2 സീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ
രണ്ടിൽ നിന്ന് തിരുവനന്തപുരം നിയോജക മണ്ഡലം മാത്രം, തിരുവനന്തപുരത്ത് മണ്ഡലം 4 മണ്ഡലം തിരിച്ച് നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ പിടിക്കണം. അതുപോലെ കേരളത്തിൽ നമ്മൾ 3 മുതൽ 30 പോകണം. അപ്പൊ തീർച്ചയായിട്ടും അതിലുള്ള ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. ഇപ്പൊ ഇലക്ഷൻ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണ്. പലരും വിളിച്ചു, അതാണ് ഞാൻ നേരത്തെ വിളിച്ചു, പലരും ഇങ്ങോട്ട് വിളിച്ചു, പലർക്കും സഹായിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ പറയുന്നു. പലരും ഇങ്ങനെ പറഞ്ഞു, പലരും പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബാഗ് വാങ്ങാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, അതിനുള്ള പൈസ പോലും ഇല്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് അറിഞ്ഞ് ഒരുപാട് സന്തോഷം എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അങ്ങനെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട്, എന്ത് കഷ്ടപ്പെട്ടാലും നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴല്ലേ അതിന്റെ സന്തോഷം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മുടെ മേയറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതാണ് ഈ മേയർ കെയർ ഇപ്പോൾ ഈ പഠനോപകരണ വിതരണത്തിൽ തുടങ്ങിയെങ്കിലും അതിൽ നിൽക്കുന്നില്ല. ഇനി അങ്ങോട്ട് മേയർ കെയർ ഒരു സ്ഥിരം പദ്ധതിയായി മാറും എന്നൊരു സൂചന വന്നിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇത് മേയർ കെയർ ഫസ്റ്റ് പ്രോജക്റ്റ് മാത്രമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അതാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് പറയാനുള്ളത്. പല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ, അതുപോലെ തന്നെ മെയിൻസ്ട്രീം മീഡിയ ഒക്കെ തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലുകളിലൊക്കെ തന്നെ നിരന്തരമായി വരുന്ന ഈ പദ്ധതിയെ കുറിച്ചുള്ള അറിയിപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി ഒരു 10-11 മണിക്ക് ഞങ്ങളോട് ചിരി പാക്ക് കൊണ്ട് എത്തിയായിരുന്നു. അപ്പോഴേക്ക് എനിക്ക് ദുബായിൽ ഒരു കോൾ വന്നു. ഞാൻ എടുത്തൊരു സ്പീക്കർ എന്റെ ചുറ്റുമുള്ള അക്കൗണ്ട് ജിരിയൊക്കെ അടുത്തിരിക്കുകയായിരുന്നു. അവരെ കേൾക്കും, ദുബായിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് 10 കിറ്റ് വാങ്ങിച്ചു തരാം, 10,000 രൂപ 10,000 10 കിറ്റ് വാങ്ങിച്ചു, എവിടെയാണ് തരേണ്ടത്? ഇന്നലെ കഴിഞ്ഞ തിരക്കിനിടയിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഇന്ന് രാവിലെ വീണ്ടും സാർ എവിടെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആരെ കൈകാണ് ഏൽപ്പിക്കേണ്ടത്? വേറൊരാളെ വിളിച്ചിട്ട് 25 കിറ്റ് ഞങ്ങൾ എത്തിച്ചു തരാം, ടാൻസാനിയയിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് 300 കിറ്റ് ഞങ്ങൾ എത്തിച്ചു തരാം. ഇങ്ങനെ ഈ പദ്ധതിയായി മുന്നോട്ട് പോകുമ്പോൾ 5000 കിറ്റ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിരവധി വിരുദ്ധതറിയാം. ഇതിന് വരുന്ന പോസ്റ്റുകളുടെ അടിയിലുള്ള കമ്മിറ്റി കണ്ടു കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തിച്ചു തരാൻ തയ്യാറാണ്. അപ്പം ഇത് ഈ കോർപ്പറേഷനോടും ഭരണസമിതിയോടുമുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്.